വീണ്ടും ഒരു ബ്രേക്കിംഗ് അലാറം ഇന്ന് മുഴങ്ങി. ബ്രേക്കിംഗ് അലാറവുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് അലി അക്ബർ ഷായാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അലി അക്ബർ ഷാ, ഗുഡ് മോർണിംഗ് അലി. വൺസ് അഗെയിൻ മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂർ, രാഹുൽ ഈശ്വർ, ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആണോ അലി അക്ബർ ഷാ? എന്താണത്? അരുൺകുമാർ, ഈ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ടുള്ള കേസ് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതാണ്. ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഹണി റോസിന്റെ പരാതി സെൻട്രൽ പോലീസിന് ഇമെയിൽ മുഖാന്തരം ലഭിക്കുന്നത്. ഇന്നലെ ഈ ബസലിക്കയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി ഇടപെടാൻ ഇന്നലെ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഈ പരാതി പരിശോധിക്കുകയാണ്. അതിൽ ഡയറക്റ്റ് ക്രൈമാണോ, ഡയറക്റ്റ് ഒഫൻസ് ആണോ ഉണ്ടായിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിശോധിച്ച് സൈബർ ക്രൈമിലേക്ക് ഇത് മാറ്റേണ്ടതുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് സെൻട്രൽ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ മറ്റൊരു പരാതി കൂടി രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ വന്നിരിക്കുന്നതാണ്. തൃശൂർ സ്വദേശി സലീമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ചാനൽ ചർച്ചകളിലൂടെയും മറ്റും ഹണി റോസിനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. ഹണി റോസിനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ നടത്തിയതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിൽ വീണ്ടും ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അരുൺ പറഞ്ഞതുപോലെ ഹണി റോസ്, രാഹുൽ, ബോബി ഈ മൂന്ന് പേരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും വാർത്തകൾ കത്തി നിൽക്കുന്നത്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ സ്വദേശിയായ സലീം നൽകിയ പരാതിയിലും ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് പരാതി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും അല്പസമയത്തിനുള്ളിൽ നമ്മൾ രാഹുലിനെതിരെ ഒരു കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഇത് ചാനൽ ചർച്ചകൾ മുഖാന്തരമാണ് ഹണി റോസിനെ ഈ രാഹുൽ ഈശ്വർ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായത്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ലൈംഗികാതിക്രമം നേരിട്ട പരാതിക്കാരിയുടെ പരാതിയെ റദ്ദ് ചെയ്യുന്ന നിലയിലുള്ള ഒരു ആക്രമണം, ഒരു സൈബർ ക്രൈം എന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതി പരിശോധിച്ച് അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും പോലീസ് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. സൈബർ പോലീസിലേക്ക് കൈമാറേണ്ടതുണ്ട് എങ്കിൽ ആ നിലയിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തി IT ആക്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കൂടി, വകുപ്പുകളിലേക്ക് കൂടി കടക്കുന്ന സാഹചര്യവും ഉണ്ടാകും. എന്തായാലും ഉരുക്ക് മുറുകുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് രാഹുലിനെതിരെ ഒരു കേസെടുക്കുന്ന നടപടി കൂടി ഉണ്ടായാൽ സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായി മാറും, ഇടപെടൽ തന്നെയായി മാറും. ഈ സൈബർ ക്രൈമുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ പരാതി നൽകുന്ന സ്ത്രീകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന, കൂട്ടം ചേർന്നുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ളത്. ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസിന്റെ പരാതിയിൽ കേസെടുക്കുമെന്നത് അല്പസമയത്തിനുള്ളിൽ അതിലൊരു അപ്ഡേറ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്ത, വീണ്ടും ഒരു പരാതി കൂടി രാഹുൽ ഈശ്വറിനെതിരെ സമാന വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ്. അരുൺ.